വർഷത്തിൽ പകുതി സമയം വെള്ളത്തിനടിയിലും ബാക്കി സമയം കരയിലുമായി നിലകൊള്ളുന്ന ഒരു അത്ഭുത ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു ദേവാലയമുണ്ട്. കർണാടകയിലെ ഹാസൻ ജില്ലയിലുള്ള ഷെട്ടിഹള്ളി എന്ന ഗ്രാമത്തിലാണ് പ്രകൃതിയും ചരിത്രവും ഒന്നിച്ചു ചേർന്ന ഈ വിസ്മയമുള്ളത്. പേര് റോസറി ദേവാലയം. എന്നാൽ സഞ്ചാരികൾക്കിടയിൽ ഇതറിയപ്പെടുന്നത് ദ ഫ്ലോട്ടിംഗ് ചർച്ച് അഥവാ മുങ്ങിപ്പോയ ദേവാലയം എന്നാണ്. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഷെട്ടിഹള്ളി എന്ന ഗ്രാമത്തിൽ ഹേമാവതി നദിയുടെ തീരത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഷെട്ടിഹള്ളി ചർച്ച് എന്നും ഇത് അറിയപ്പെടുന്നു. 1860കളിൽ ഫ്രഞ്ച് മിഷണറിമാരാണ് ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ ഈ മനോഹരമായ ദേവാലയം നിർമ്മിച്ചത്. അക്കാലത്ത് പ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികളുടെ ഏറ്റവും പ്രധാന ആരാധനാലയമായിരുന്നു ഇത്. ആയിരത്തി 1960കളിൽ ഹേമാവതി നദിക്ക് കുറുകെ ഗോരൂർ അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഡാമിന്റെ നിർമ്മാണത്തോടെ ഷെട്ടിഹള്ളി ഉൾപ്പെടെ ചുറ്റുമുള്ള ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്ന് തീർച്ചയായി. അതിനാൽ അവിടെയുണ്ടായിരുന്ന ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ദേവാലയത്തിലെ ആരാധനകളും അവസാനിപ്പിക്കാതെ നിവൃത്തിയില്ലെന്നായി. ഡാം നിർമ്മിച്ച് വെള്ളം നിറഞ്ഞതോടെ വർഷത്തിൽ പകുതിയിലധികം സമയവും ഈ ചർച്ച് വെള്ളത്തിനടിയിലാകാൻ തുടങ്ങി. ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നതിനാലാണ് ഇതിന് ഫ്ലോട്ടിംഗ് ചർച്ച് അല്ലെങ്കിൽ മുങ്ങിപ്പോയ ദേവാലയം എന്ന പേര് ലഭിച്ചത്. ജൂലൈ മുതൽ ഒക്ടോബർ നവംബർ വരെ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ചർച്ചിന്റെ ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഈ സമയത്ത് ഇതിന്റെ മുകൾ ഭാഗം മാത്രമാണ് കാണാൻ കഴിയുക. വെള്ളത്തിന് നടുവിൽ ഒരു കപ്പൽ പോലെ ഇത് ഉയർന്നു കാണപ്പെടുന്നു. ഈ സമയത്ത് ചർച്ചിനടുത്തേക്ക് പോകാൻ ബോട്ട് സൗകര്യവും ലഭ്യമാണ്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്ത് ഡാമിലെ വെള്ളം കുറയുമ്പോൾ കരിങ്കല്ലിൽ നിർമ്മിതമായ മേൽക്കൂരയില്ലാത്ത ദേവാലയം പൂർണ്ണമായും പുറത്തു കാണാം. ഈ സമയത്ത് ആളുകൾക്ക് ദേവാലയത്തിന്റെ വശങ്ങളിലൂടെ നടക്കാനും അതിന്റെ വാസ്തുവിദ്യ അടുത്തു കാണാനും സാധിക്കും. പതിറ്റാണ്ടുകളായി വർഷത്തിൽ പകുതി സമയവും വെള്ളത്തിനടിയിലായിരുന്നിട്ടും ഈ ചർച്ചിന്റെ പ്രധാന ഘടനയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. മേൽക്കൂര നഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ ചുവരുകളും കമാനങ്ങളും ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഈ പള്ളി നിർമ്മിച്ചത് കരിങ്കല്ലും ചെളിമണ്ണും മുട്ടയുടെ വെള്ളയും മറ്റും ചേർത്താണ് എന്ന് പറയുന്നു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. ഇവിടം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. സന്ദർശന ഫീസ് ഈടാക്കുന്നില്ലെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസുണ്ട്. ഇന്ന് ഇതൊരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രവും ഫോട്ടോഗ്രാഫി സ്പോട്ടും കൂടിയാണ്. നിരവധി ദക്ഷിണേന്ത്യൻ സിനിമകളുടെ, പ്രത്യേകിച്ച് കന്നഡ, തമിഴ് സിനിമകളുടെ ചിത്രീകരണത്തിനും മറ്റുമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ സൂര്യാസ്തമയവും ഇവിടേക്ക് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നു. ഹാസൻ ടൗണിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ ദൂരമുണ്ട് ഷെട്ടിഹള്ളിയിലേക്ക്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ. സർക്കാർ ബസ്സുകളും ടാക്സികളും ഹാസനിൽ നിന്ന് ലഭ്യമാണ്. കോഴിക്കോട് നിന്നും വരുന്നവർ വയനാട് വഴി ഗുണ്ടൽപേട്ട, മൈസൂർ, ചെന്നരായപട്ടണം വഴി ഹാസനിലേക്ക് എത്തുന്നതാണ് എളുപ്പം. ഒരിക്കലെങ്കിലും ഈ ദേവാലയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്.